ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏജസ് വെൽ ഫോർ എൻ്റർടൈൻമെൻറ്റ്. നമ്മളൊക്കെ ഇപ്പോഴും നമ്മളെ മറ്റുള്ളവരുടെ മുൻപിൽ ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണല്ലേ. ഇപ്പം നമ്മളെ മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മൾ കാണിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മനോഹരിതയിൽ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ഭംഗിയായിട്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനായിരിക്കും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടാവുക. അപ്പം നമ്മളുടെ ഈ മുഖത്തുള്ള ഭംഗി അല്ലെങ്കിൽ നമ്മളുടെ ഹെയർ അങ്ങനെയൊക്കെ അല്ലാതെ നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ ആൾക്കാർക്ക് ഒരു പൊട്ട സ്മെല്ല് അല്ലെങ്കിൽ ഒരു വേർപ്പിൻ്റെ സ്മെല്ലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊത്തം ലുക്കിൻ്റെയും ആ ഒരു എഫക്റ്റ് പോയില്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പെർഫ്യൂംസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പെർഫ്യൂംസ് ബോഡി സ്പ്രേസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും അല്ലേ. നമുക്ക് ഈ ഒരു കാലത്ത് അതല്ലെങ്കിൽ സമ്മറൊക്കെ ആകുമ്പോൾ എന്തായാലും ഭയങ്കരമായിട്ട് വേർപ്പിൻ്റെ സ്മെല്ലൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ കുറച്ചിങ്ങനെ എന്താ പറയുക, പെർഫ്യൂമിന് കുറച്ചും കൂടി ഉപയോഗിക്കാത്തവരാണെങ്കിൽ പോലും ആ ഒരു സമയമാകുമ്പോൾ പെർഫ്യൂംസൊക്കെ ചിലപ്പോൾ അധികമായിട്ട് ഉപയോഗിച്ചു തുടങ്ങും. ഞാൻ അങ്ങനെ പെർഫ്യൂം ഉപയോഗിക്കുന്ന ഒരാളല്ല, പക്ഷേ വേനൽക്കാലം ആകുമ്പോൾ ഇങ്ങനെ വേർപ്പിൻ്റെ സ്മെല്ല് വരുന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ പെർഫ്യൂം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇന്ന് പറയുന്നത് പെർഫ്യൂംസിനെ പറ്റിയിട്ടല്ല കേട്ടോ, ഇതാ അത്തറുകളാണ്. ഞാനൊരു സാമ്പിൾ വാങ്ങി നോക്കിയതാണ്, കാരണം ഇത് എങ്ങനെയുണ്ട് എന്താണെന്നൊന്നും അറിയാതെ നമ്മൾ കുറേ വാങ്ങിയിട്ട് നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ പൈസ പോയില്ലേ. അപ്പോൾ ഇത് 3 ml സാമ്പിൾ ബോട്ടിൽസാണിത്. അപ്പോൾ എല്ലാം ഞാൻ വാങ്ങിയതെല്ലാം നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, ഇത് ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലേവറാണ്. ഇത് ലൗലി എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലേവറാണ്. ഇത് സിൽവർ ഷാദ്. ഇത് ഞാൻ ഓർഡർ ചെയ്തതല്ല കേട്ടോ, ഇതെനിക്ക് കോംപ്ലിമെൻറ്റ് വന്നതാണ്. പക്ഷേ ഈ കൂട്ടത്തിൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു ഫ്രാഗ്രൻസ് ആണ് ഇത്, സിൽവർ ഷാദ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരെണ്ണമുള്ളത് കൂൾ വാട്ടർ. ഇത് മാത്രം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ബാക്കി 3 ഞാൻ ഉപയോഗിച്ചു. ഇത് ഇങ്ങനെ ഹാങ് ചെയ്തിരുന്ന ടൈപ്പാണ്. നമ്മുടെ കാറുകളിലോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഷെൽഫുകളിൽ ഇപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ ബോഡിയിൽ നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാൻ ചിലപ്പോൾ പേടിയുണ്ടാവും. ഇതങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സിനൊരു സ്മെല്ല് വേണം. നമ്മൾ ഈ അത്തറൊന്നും നമ്മൾ നോർമലി നമ്മുടെ ഡ്രസ്സിൽ ആക്കില്ല, നമ്മുടെ ബോഡിയിലാണ് അത് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിങ്ങനെ ഈ ലിഡ് ഓപ്പൺ ചെയ്തിട്ട്, ഇതിൻ്റെ ഒരു വുഡൻ ലിഡാണ് വരുന്നത്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ട്. ഇത് ഊരി മാറ്റിയതിന് ശേഷം വീണ്ടും ഈ ലിഡ് തിരികെ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ സൈഡിലെ ഹോളിൽ കൂടെ ആ സ്മെല്ല് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഷെൽഫിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടാൽ പതുക്കെ ആ ഒരു സ്മെല്ല് നമ്മുടെ ഡ്രസ്സിലൊക്കെ ഉണ്ടാവും. ഡ്രസ്സിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യണമില്ല, എന്നാൽ നമ്മുടെ ഡ്രസ്സിനൊക്കെ ആ ഒരു സ്മെല്ല് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരെണ്ണം വാങ്ങിയതാണ് ഇത്. പിന്നെ ബാക്കി 3 അത്ര ഞാൻ വാങ്ങിയത്, 3 ഞാൻ വാങ്ങിയത് 3 ഞാൻ യൂസ് ചെയ്തു കേട്ടോ. നല്ല അടിപൊളി ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ അത്ര യൂസ് ചെയ്യുക, ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്രഷർ പോയിൻറ്റ്സിലാണ് നമ്മളിത് സാധാരണ യൂസ് ചെയ്യുക. നല്ല സ്മെല്ലാണ് കേട്ടോ. അതുപോലെ ഇവിടെ അങ്ങനെയൊക്കെ നമ്മുടെ പ്രഷർ പോയിൻറ്റ്സ് വരുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ സാധാരണ അത്ര യൂസ് ചെയ്യുക. അപ്പം ഞാൻ ഇത് വാങ്ങിയത് QBG എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നിന്ന് പരിചയപ്പെട്ട ഷൈന ഷിബിയുടെ കയ്യിൽ നിന്നാണ്. അപ്പം എനിക്ക് എല്ലാ അത്തറിൻ്റെ സ്മെല്ലും ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അപ്പം ഞാൻ ഷൈനയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഹാർഷ് സ്മെൽസ് ഒന്നും വേണ്ട. അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ കയറുമ്പോൾ ചില പെർഫ്യൂംസ് ഒക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരെ അടുത്ത് വന്നിരുന്നാൽ ഭയങ്കര തലവേദനയായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് അത്ര ഹാർഷ് സ്മെൽസ് ഒന്നും വേണ്ട, എനിക്ക് നല്ല സോഫ്റ്റായിട്ട് പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ല് മതിയെന്ന്. അപ്പോൾ ആൾ തന്ന ലിസ്റ്റ് ചെയ്യുന്ന എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 അതുപോലെ ഇതും ഓർഡർ ചെയ്തത്. അപ്പോൾ സിൽവർ ഷാദ് എനിക്ക് കിട്ടിയ ഒരു എന്താ പറയുക, ഒരു കൂടെ കിട്ടിയ ഒരു കോംപ്ലിമെൻ്റായിട്ട് കിട്ടിയതാണ്. പക്ഷെ അതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ 3 ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് സിൽവർ ഷാദാണ്. അപ്പം ഇങ്ങനെ 4 അത്തറാണ് ഞാൻ വാങ്ങിയത്. ഒരുപാട് ഫ്രാഗ്രൻസ് ആളുടെ കയ്യിലുണ്ട് കേട്ടോ, ഒരുപാട് ഫ്രാഗ്രൻസ് ഉണ്ട്, ഒരുപാട് റിവ്യൂസ് വരുന്ന ഐറ്റമാണ്. പിന്നെ ഒരു സാധനം ഞാൻ വാങ്ങിയത്, നമ്മൾ മാത്രം നമ്മുടെ ബോഡിയിൽ നമ്മളിങ്ങനെ സ്മെല്ലൊക്കെ വന്ന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ നല്ല അടിപൊളി പെർഫ്യൂമോ അല്ലെങ്കിൽ അത്തറൊക്കെ ഇട്ടിട്ട് അടിപൊളിയായി നിന്നാൽ പോരല്ലോ. നമ്മളിരിക്കുന്ന ചുറ്റുപാട് നമ്മുടെ റൂമിലൊക്കെ ഒരു പ്ലസൻറ്റ് സ്മെല്ലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാനിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു പ്ലസൻറ്റ് സ്മെല്ലുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും അല്ലേ. അങ്ങനെ റൂമിൽ ഈ നമ്മുടെ അഗർബത്തി അങ്ങനെയൊന്നും യൂസ് ചെയ്യാതെ അതിന് പകരം വാങ്ങിയൊരു സംഭവമാണ് ഊതും അത്തറും എന്നൊക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് ഊത്. ഇതിലും പല ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ച് പകുതിയിൽ കൂടുതൽ കഴിഞ്ഞു. അപ്പം ഇത് നമ്മൾ ചാർക്കോൾ കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഊതിൻ്റെ പീസസ് ഇട്ടിട്ട് അങ്ങനെയാണ് നമ്മളിത് യൂസ് ചെയ്യണത്. അപ്പോൾ ചാർക്കോൾ കണ്ടത് ഞാൻ പകുതി പൊട്ടിച്ചതാണ്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിങ്ങനെ വരും.
അപ്പോൾ ഇതും ഷൈനയുടെ കയ്യിലുണ്ട്. നമുക്ക് പകുതിയൊക്കെ പൊട്ടിച്ചിട്ട് യൂസ് ചെയ്താലും മതി. എന്നിട്ട് നമ്മൾ കത്തിച്ചിട്ട് നമ്മൾ ബർണറിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഈ ഊതിൻ്റെ പൗഡറല്ല, അത് ചെറിയ ചെറിയ തരിതരികളായിട്ടാണ്, ഒരു വുഡൻ പീസ് പോലെ, ചെറിയ വുഡൻ പീസ് പോലെയാണ് അത്, പൗഡറായിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ റൂമിലൊക്കെ കുറേ നേരം ആ സ്മെല്ല് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്കൊരു പ്ലസൻറ്റ് സ്മെല്ല് വേണം. അപ്പോൾ നമ്മുടെ റൂമിലൊരു അടച്ചൊക്കെ ഇട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്മെല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്ലസൻ്റ് ആയിരുന്നാൽ പോരല്ലോ, നമ്മളിരിക്കുന്ന ചുറ്റുപാടും കൂടി പ്ലസൻ്റ് ആയിരിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ് ഇത്. ഇനിയിപ്പോൾ ഞാൻ വാങ്ങിയത് വുഡൻ ബർണറാണ്, അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഞാൻ വാങ്ങിയത്, ബർണർ. ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഞാൻ കത്തിച്ച് കളറായതാട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് ആ ചാർക്കോൾ വെച്ച് കൊടുക്കും. ചാർക്കോൾ കത്തിച്ചിട്ട് നമ്മുടെ ഒരു ലൈറ്റർ വെച്ച് അതിൻ്റെ തുമ്പത്ത് ഇങ്ങനെ വെച്ചാൽ അത് കത്തിക്കോളും. കത്തി വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിതിൽ വെക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഊതിട്ട് കൊടുക്കുക. നമുക്ക് ഇങ്ങനെ പുക വരുന്നത് കാണാം. അതിനൊപ്പം തന്നെ സ്മെല്ലും ആയിരിക്കും, നല്ല സ്മെല്ലുമാണ്. ഇതിൻ്റെയും പല ഫ്രാഗ്രൻസ് ആളുടെ കയ്യിലുണ്ട്. അത് ചോദിച്ചാൽ ആൾ തരും. ഈ പറഞ്ഞ പോലെ ഹാർഷായിട്ടുള്ള സ്മെൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയുള്ളതുണ്ട്, ഭയങ്കര എന്താ പറയുക മൈൽഡായിട്ടുള്ള ഫ്രാഗ്രൻസ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ലിസ്റ്റ് ആൾ തരും. അതിന് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കാം ഏതാ നമുക്ക് വേണ്ടതെന്നുള്ളത്. പിന്നെ ഇതാ കണ്ടോ, ഈ ഊതാതി ഈ ഒരു ഫോമിലാണ്. ഇതിൻ്റെ പൗഡർ ഫോമും ഉണ്ട്. പിന്നെ നമുക്ക് വുഡൻ ബർണേഴ്സ് മാത്രമല്ല, ഇലക്ട്രിക് ബർണേഴ്സ് ഉണ്ട്, സെറാമിക് ബർണേഴ്സ് ഉണ്ട്, മെറ്റൽ ബർണേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് റേറ്റിൽ അതിനനുസരിച്ചൊരു വ്യത്യാസം വരും. എനിക്ക് തോന്നുന്നു വുഡൻ ബർണറാണ് ഏറ്റവും ഉള്ളതിൽ. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ബർണറൊക്കെ ആണെങ്കിൽ അങ്ങനെ കത്തിക്കൊന്നും വേണ്ട, അത് പ്ലഗ് ഇൻ ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് യൂത് പൗഡർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ പല പല വെറൈറ്റി ഐറ്റംസ് ആളുടെ കയ്യിലുണ്ട്. ഞാൻ കൂടുതൽ റിവ്യൂസ് കണ്ടിട്ടുള്ളതും ഒരുപാട് പോണതായിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതും ഈ അത്തറുകളാണ്. ഊതിനെക്കാട്ടിലും കൂടുതൽ അത്തറുകളാണ് പോണത് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് വലിയ ബോട്ടിൽസ് ഒന്നും വാങ്ങിച്ചു വെക്കേണ്ട, നമ്മൾ പെർഫ്യൂമൊക്കെ വാങ്ങുന്ന പോലെ. ഇങ്ങനെ മിനിമം നമ്മൾ 3 ml ആണ് വാങ്ങേണ്ടി വരിക. അപ്പോൾ 3 ml ഒരു ബോട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാണ്, നമുക്ക് പറ്റിയതാണോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഒരുപാട്, ഞാൻ 3 എണ്ണേ വാങ്ങിയുള്ളെങ്കിൽ ഒരുപാട് ഐറ്റംസ് ആളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളതും ആളുടെ പ്രൊഡക്ട്സ് എന്താണെന്നുള്ളതും അതുപോലെ എത്ര വെറൈറ്റി ഓഫ് അത്തേഴ്സ് ആളുടെ കയ്യിലുണ്ട് എന്നുള്ളതും അങ്ങനത്തെ സംഭവങ്ങളും ഷൈനയുടെ വിശേഷങ്ങളും നമുക്ക് ഷൈനയിലൂടെ തന്നെ ഒന്ന് അറിഞ്ഞാലോ, കണ്ടു നോക്കാം. ഹായ്, എൻ്റെ പേര് ഷൈന. ഞാൻ കൊല്ലം ജില്ലയിലെ കുളത്തുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ചെറിയൊരു ഷോപ്പ് നടത്തുന്നുണ്ട്, ഹൈറ പർദാസ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ്. അപ്പം ഞാൻ ഈ ഷോപ്പിൽ പർദകൾ, ബ്ലാങ്കറ്റുകൾ, ബെഡ്ഷീറ്റുകൾ, അതുപോലെ ഷോൾ ഐറ്റംസ്, മുസ്ലിംസിൻ്റെ ഹിജാബുകൾ, പ്രയർ ഡ്രസ്സുകൾ, അങ്ങനെയുള്ള കുറേ ഐറ്റംസാണ് സെയിൽ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ പെർഫ്യൂമും സെയിൽ ചെയ്യുന്നുണ്ട്. ഈ പെർഫ്യൂമുകളിൽ നമ്മൾ നോർമൽ വരുന്ന പെർഫ്യൂമുകൾ, സ്പ്രേകൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അത്തറുകളും ചെയ്യുന്നുണ്ട്. ഇത് നമുക്കിവിടെ നിലവിലുള്ള ഫ്രാഗ്രൻസുകളാണ്. ഏതാണ്ട് 10-40ഓളം ഫ്രാഗ്രൻസുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഒറിജിനൽ അത്തർ ഓയിലും ഉണ്ട്. അതിനോടൊപ്പം നമ്മൾ ചെയ്യുന്ന വേറൊന്നാണ് ഊത് ബർണറുകൾ. നമ്മുടെ വീട്ടിൽ നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് മിക്ക വീടുകളിലും ഇപ്പം ഈ ഊത് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന ബർണറുകളാണ്. മെറ്റാലിക് ബർണർ, സെറാമിക് ബർണറുകൾ, ഇതൊക്കെ സെറാമിക്കാണ് കേട്ടോ. പിന്നെ വരുന്ന ഇത് വുഡൻ ബർണറുകൾ. ഇതിനകത്ത് നമ്മൾ ചാർക്കോൾ ഇട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. അതേസമയം നമ്മുടെ മെറ്റാലിക്കിലാണെങ്കിലും സെറാമിക്കിലാണെങ്കിലും ഇലക്ട്രിക്കലാണ്, അതിപ്പം കറണ്ട് യൂസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഊതിൻ്റെ പൗഡറുകളാണ്. അതുപോലെ തന്നെ ഈ അത്തറുകൾ ഞാൻ ഓൺലൈനായും ഓഫ്ലൈനായും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഇരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഫാൻസി ബോട്ടിലുകളാണ്. അത്തർ നമ്മൾ കൊണ്ടുപോകുന്ന ഫാൻസി ബോട്ടിലുകൾ. അതുപോലെ ഇതൊക്കെ എന്ന് പറയുന്നത് കാർ ഹാങ്ങിങ്, നമ്മുടെ വാർഡ്രോബിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റുന്ന ബോട്ടിലുകളാണ്. ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള അത്തർ, ഏത് ഫ്രാഗ്രൻസ് ആണോ വേണ്ടുന്നത് അത് ഇതിലേക്ക് ഫില്ല് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ കാണുന്നത് പറഞ്ഞാൽ വുഡിൻ്റെ തന്നെ 2 ബർണറുകളാണ്. അടിപൊളിയാണ് കേട്ടോ വീട്ടിലൊക്കെ വെക്കാൻ. വീട്ടിലായാലും ഷോപ്പുകളിലായാലും ഒക്കെ നല്ല ഭംഗിയാണ്. അതുപോലെ ഇതുമൊക്കെ തന്നെ ഫ്രാഗ്രൻസ് നമ്മുടെ അത്തറുകളാണ്, അത്തർ ഓയിലുകൾ. ഇത് നമ്മുടെ ഒറിജിനൽ അത്തർ ഓയിലാണ്. ഞാൻ ഇപ്രാവശ്യം കുറച്ച് ഒറിജിനലായിട്ടുള്ള അത്തർ ഓയിലും എടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേതെങ്കിലും ആവശ്യമായിട്ടുള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി. നമ്മളത് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കും. അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ DTDC വഴിയാണ് നമ്മൾ അയക്കുന്നത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഞാൻ ചെറിയ തോതിൽ സോപ്പിൻ്റെ സെയിൽ ചെയ്യുന്നുണ്ട്, സാധനം എടുത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഇതിലേതെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ
കോണ്ടാക്റ്റ് ചെയ്യുക. പിന്നെ നമ്മളിത് നോർമൽ ബോട്ടിലും അയക്കുന്നുണ്ട് കേട്ടോ. നോർമൽ ബോട്ടിലാണ് മെയിൻലി. പിന്നെ വേണം എന്ന് പറയുന്നവർക്ക് മാത്രമാണ് ഫാൻസി ബോട്ടിലുകളിൽ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലുള്ള നോർമൽ ബോട്ടിലുകളിൽ കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ബോട്ടുകളിലാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഷൈനയുടെ കയ്യിലുള്ള പ്രൊഡക്ട്സും അതിൻ്റെ യൂസേജസും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഷൈന തന്നെ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ ഷൈനയുടെ പേജിൻ്റെ ലിങ്കും കോൺടാക്ട് നമ്പറും ഒക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ആവശ്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നല്ല കസ്റ്റമർ ഡീലിംഗ് ആണ് കേട്ടോ ആളുടെ. അപ്പം ആവശ്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്യുക. ജസ്റ്റ് സാമ്പിളൊക്കെ വാങ്ങിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ വീട്ടമ്മമാരായിട്ട് മാത്രം ഒതുങ്ങിപ്പോവേണ്ട ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക ഓരോ സംരംഭങ്ങളായിട്ട് മുന്നിലേക്ക് വരുമ്പോൾ, അതും വ്യത്യസ്തങ്ങളായിട്ടുള്ള സംരംഭങ്ങളായിട്ട് മുന്നിലേക്ക് വരുമ്പോൾ അവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യമാണ്. അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഷൈനയുടെ പേജിൽ കയറി നോക്കുക. പറ്റാവുന്നവരൊക്കെ കോൺടാക്ട് ചെയ്യുക. വാങ്ങിക്കുക. എന്തായാലും ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.